എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ചുമ്മാ നിങ്ങളോടൊന്ന് സംസാരിക്കാനാണ് വന്നേക്കുന്നത്. എനിക്കറിയാം, നമുക്ക് നോർമൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്കറിയാം. ഇന്ന് നമുക്ക് നമ്മൾ ദൈവവിശ്വാസികളാണോ? നമ്മൾ എന്നാ പറയുന്നത്, ദൈവവിശ്വാസികളാണെങ്കിൽ ഏതു നേരം പ്രാർത്ഥിക്കുമോ? ഏതു നേരം പ്രാർത്ഥിക്കണോ നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിൽ അല്ലെങ്കിൽ ഏതു നേരവും നമ്മൾ ദൈവത്തെ വിളിച്ചിട്ട് ദൈവം നമ്മളെ കേൾക്കും, അങ്ങനെ കുറേ നമ്മുടെ മനസ്സിലുള്ള കുറേ ധാരണയുണ്ട്. അപ്പം ഞാൻ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഭക്തി വേണം. കാരണം ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ സയൻസിൽ ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. അത് സയൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മെഡിസിൻ ഇല്ലാതെ ഒരു രോഗവും നമുക്ക് ഭേദമാകാൻ പറ്റത്തില്ല. അത് ട്രൂ ആണ്. പിന്നെ അതിൻ്റെ ടോപ്പിൽ നമ്മൾ ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥനയും അതും നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതുപോലെ തന്നെ രോഗികൾക്കാണെങ്കിൽ അവരുടെ വിഷമങ്ങൾ കുറയ്ക്കാനുള്ള ഒരു സഹായമാണ്. അപ്പം അവർക്കൊരു പ്രതീക്ഷ, ദൈവം അവരെ രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു എന്നാ പറയുന്നത്, അവരുടെ ആ കോൺഫിഡൻസ് കൂട്ടും. അങ്ങനെയൊക്കെയുള്ളപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ പോലും നമ്മൾ ദൈവവിശ്വാസികൾ ആണ് മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരും, മിക്കവരും തന്നെ. പക്ഷേ ഇവിടെ UK എല്ലാവരും പറയുമ്പോൾ ഇത് ഇംഗ്ലീഷ് കൺട്രിയാണ്. ഇംഗ്ലീഷ് കൺട്രി ആണെങ്കിൽ പോലും ഞാനിവിടെ വന്നേ പിന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പല വിഭാഗം ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് പോലും അറിയുന്നത്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ആകെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക് എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. എനിക്കല്ലാതെ വേറൊരു ക്രിസ്ത്യാനിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഹിന്ദുക്കളിൽ മാത്രമേ ഇങ്ങനെ പലതരം മതവിഭാഗങ്ങളുള്ളൂ എന്ന്. മതവിഭാഗങ്ങളല്ല, ഹിന്ദു തന്നെയാണ്. ബട്ട് എന്നാലും കാസ്റ്റ് സമ്പ്രദായം, ലൈക്ക് എന്നാ പറയുന്നത്, നായർ, നമ്പൂതിരി, ഈഴവ, പുലയ, അങ്ങനെയുള്ള ഇതൊന്നും ക്രിസ്ത്യാനിയിൽ ഇല്ല എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ്ത്യൻസിൽ തന്നെ ഈ മാർത്തോമ, പിന്നെന്താ പെന്തക്കോസ്റ്റ് ഉണ്ടെന്ന് നാട്ടിൽ എനിക്കറിയാമായിരുന്നു. കാരണം എല്ലാ സൺഡേയിലും അവർ വരുമായിരുന്നു വീടുകൾ വിസിറ്റ് ചെയ്യാനായിട്ട്. അത് കാരണം അതെനിക്കറിയായിരുന്നു. പിന്നെ എന്നാ പറയുന്നത്, ജ്ഞാനായ മാർത്തോമ, പിന്നെ വേറൊരുണ്ട് യാക്കോബ, ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടല്ല വന്നത്. ഇപ്പം നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ജോലിയുടെ സമയം വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ 7 മണി മുതൽ 7 മണി വരെ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് 10 മണി വരെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പം നമ്മുടെ ജോലി സമയം വ്യത്യാസമായിരിക്കും. പിള്ളേരെ നോക്കാനുണ്ടായിരിക്കും, പിള്ളേരെ സ്കൂളിൽ വിടാനുണ്ടായിരിക്കും, വീട്ടിലാകെ ഹറിബറി, തിരക്ക്, ബഹളം. അപ്പം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പരാതികൾ ഒത്തിരി പേരുണ്ട്. ഇപ്പം ഹിന്ദുമതത്തിൽ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ രാത്രി സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ബട്ട് ഞാനൊക്കെ ജോലി ചെയ്യുന്നത് രാവിലെ 7:10 ആകുമ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ രാത്രി 8:30, ഡിപ്പെൻസ്, ചില സമയത്ത് 8:45, 9 മണിയാകുമ്പോഴാണ് വരുന്നത്. അപ്പം നമുക്ക് ത്രിസന്ധ്യ എന്നൊന്നും പറഞ്ഞാൽ നിലവിളക്കൊന്നും കത്തിക്കാനും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ത്രിസന്ധ്യ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുനിന്ന് വിളക്ക് കത്തിക്കണം എന്ന് പറയും. ഇവിടെ ചില സമയത്ത് സൂര്യനെ കാണാറ് പോലുമില്ല. സൂര്യൻ അസ്തമിക്കുന്ന സമയം എന്ന് പറയാനും പറ്റത്തില്ല. കാരണം സമ്മർ ടൈമിലും വിൻ്റർ ടൈമിലും ഇവിടെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ വ്യത്യസ്ത സമയങ്ങളിലാണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയും അവലംബിക്കാൻ പറ്റാറില്ല. ഞങ്ങൾ വന്നപ്പം മുതൽ ഞാനിവിടെ അവലംബിക്കുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഞാനെപ്പം ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് വരുന്നോ, കുളിച്ച് എപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നോ അപ്പം പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പം ഇതിന് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു കഥ തന്നെയാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ അമ്മ എനിക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട്. എന്നു പറഞ്ഞാൽ, നാരദൻ ഒരു ദിവസം വിഷ്ണു ഭഗവാൻ്റെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. വിഷ്ണു ഭഗവാന്റെ ഭയങ്കര ഭക്തനാണല്ലോ നാരദൻ. നല്ല ഏഷണി കൂട്ടാനും മിടുക്കനാണ് കേട്ടോ. അപ്പം നാരദൻ ഇങ്ങനെ ഏതു നേരവും നാരായണ നാരായണ എന്ന് പറഞ്ഞ് മറ്റേ എന്നാ സാധനം,
ആ കട്ട ഇങ്ങനെ വെച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. കാരണം ഏതൊരു നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ പുള്ളി ഇങ്ങനെ വിഷ്ണുവിനോട് വന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്, ഭഗവാനെ നോക്കൂ, ഞാനല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഭക്തൻ. പക്ഷേ അങ്ങാണെങ്കിൽ നാട്ടിലുള്ള മനുഷ്യർ വല്ലപ്പോഴും ഒരിക്കലൊക്കെ പ്രാർത്ഥിച്ചാലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുക്കാറുണ്ടല്ലോ, അതെന്താ എന്നൊക്കെ പറഞ്ഞ് ആരാണ് ഏറ്റവും ഭക്തൻ. ഇപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നു. 10 വർഷം മുമ്പ്, ഞാൻ കുറച്ച് മറന്നുപോയി. അപ്പം ഇനി സാരം ഇതാന്ന് പറഞ്ഞാൽ, അപ്പം ഒരാളെ ചൂണ്ടിക്കാണിച്ചോണ്ടാണ് പറഞ്ഞത്. പുള്ളിക്കാണെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ ആൾക്കാരെ നോക്കാനായിട്ട് പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കണം. എന്നിട്ട് രാത്രി വന്നു കഴിയുമ്പോൾ ഒരു നേരെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നാരദനൊരു സംശയം, ഞാൻ ഏതു നേരം പ്രാർത്ഥിക്കുന്നത്, ഞാനല്ലേ ഏറ്റവും വലിയ ഭക്തൻ. അപ്പം വിഷ്ണു പറഞ്ഞില്ല, അവനാണ് ഏറ്റവും വലിയ ഭക്തൻ. അപ്പോൾ പുള്ളി പറഞ്ഞു, അതെനിക്കൊന്ന് തെളിയിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പോഴേതിനും വിഷ്ണു പറഞ്ഞെന്നാണ് പറഞ്ഞത്, നാരദൻ്റെ കയ്യിൽ ഒരു പാത്രം നിറച്ചും എണ്ണ കൊടുത്തു. എണ്ണ കൊടുത്തിട്ട് പുള്ളിയോട് പറഞ്ഞു, ഈ എണ്ണ കയ്യിൽ വെച്ചിട്ട് ഇത് ഈ ഭൂമി മൊത്തം നീ പ്രദക്ഷിണം വെച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം നാരദനാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു തുള്ളി എണ്ണ പോലും തറയിൽ തൂവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇത് മാത്രം ശ്രദ്ധിച്ച് ഒരു തുള്ളി പോലും എണ്ണ തറയിൽ തൂവാതെ ഇങ്ങനെ ഭൂമി പ്രദക്ഷിണം വെച്ചിട്ട് വന്നു. അപ്പം നാരദൻ വിഷ്ണുവിൻ്റെ അടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, നീ ഒരു എണ്ണ പോലും നീ തുളുമ്പിക്കളഞ്ഞില്ല പാത്രത്തിൽ നിന്ന്, ഈ സമയം കൊണ്ട് നീ എത്ര പ്രാവശ്യം എന്നെ സ്മരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങനെ സ്മരിക്കുന്നത്, ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ എണ്ണ താഴെ തുളുമ്പി പോകാതിരിക്കാനായിരുന്നു. അങ്ങനോട് ആവശ്യപ്പെട്ടത് എണ്ണ തുളുമ്പി പോകാതിരിക്കാനല്ല, അത് കാരണം ഞാൻ എണ്ണ തുളുമ്പി പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചു, വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം വിഷ്ണു ഭഗവാൻ ചോദിച്ചെന്നാണ് പറഞ്ഞത്, അപ്പം നീയാണെങ്കിൽ നിനക്കൊരു കാര്യം മാത്രം ശ്രദ്ധിക്കാനായപ്പോൾ നീ എന്നെ മറന്നു. പക്ഷേ ഭൂമിയിലെ ജനങ്ങൾ അവർക്ക് ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളെ നോക്കണം, ഭാര്യേനെ നോക്കണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ നോക്കണം, ഇതെല്ലാം ചെയ്തിട്ടും അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് എങ്കിലും സ്പെയർ എന്നല്ലോ ഞാൻ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞതേ ഉള്ളൂ, ഒരു നേരമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തർ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ്റെ തെറ്റ് മനസ്സിലായി എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവുകൾ നിശ്ചയിക്കുന്നത് ഏതു നേരം രാമരാമ അല്ലെങ്കിൽ യേശുവെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ആരൊന്നും അത്രയും വലിയ ഭക്തനാണെന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, കഴുത്തിൽ രുദ്രാക്ഷമാലയും ആക്കിയിട്ട് നെറ്റിയിൽ ചന്ദനക്കുറി ഇട്ട് നടക്കുന്നവരും, അതുപോലെ തന്നെ ഫുൾ ടൈം കൊന്തയും ഇട്ടുകൊണ്ട് നടന്ന് എവിടെ പോയാലും ബൈബിളും കൈപിടിച്ച് നടക്കുന്ന അങ്ങനെ ഉള്ളവർ പോലും വളരെ ഫ്രോഡ് കാര്യങ്ങൾ കാണിക്കാറുണ്ട് അല്ലേ. ഒത്തിരി പിന്നെ പറയുന്ന അഴിമതികൾ നടത്തുന്നവരുണ്ട്. കുറേ അവരുടെ കപടത മറയ്ക്കാനുള്ള ഒരു ഒരു ഇതായിട്ടാണ്, ഒരു മറയായിട്ടാണ് അവർ ഈ കൊന്തയും പൂണൂലും ബൈബിളും രുദ്രാക്ഷമാലയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതൊന്നും ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ ഒരു ഭക്തരുടെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പറ്റുമ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവമുണ്ട് അല്ലേ. ഏതു നേരം ഇങ്ങനെ ഭയങ്കര ഭക്തരായിട്ട് അങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളോടിത് പറഞ്ഞത്, ഇപ്പം നമുക്ക് ഈ കൊറോണയുടെ സമയത്തൊക്കെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമുക്ക് പല ചിന്ത, അപ്പോൾ ചിലപ്പോഴൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ വരും, അല്ലെങ്കിൽ ഇന്നും അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല എന്ന് വരും. ചില കാര്യങ്ങളൊക്കെ പൊങ്കാലയൊക്കെ നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടുന്നെന്നൊക്കെ പറഞ്ഞു, അതിനിപ്പോൾ എന്താണ് കുഴപ്പം? നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി നമ്മുടെ വീട്ടിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഇട്ടാലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം പോലെ ഉണ്ടാക്കിയിട്ട് ഉള്ളതാണെന്ന് പറഞ്ഞു. അവിടെ കുറേ കൂടെ പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ നമ്മളവിടെ പോകാൻ പറ്റാത്തപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുക. അതാണല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേചന ബുദ്ധിയുള്ളവരാണല്ലേ. അപ്പം
എൻ്റെ ഈ ചെറിയ കഥയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ എന്നാ സന്തോഷവതിയാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും ഹിന്ദുമതം അടിച്ചേൽപ്പിക്കുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ പറഞ്ഞതെന്ന് ബേസ് ചെയ്ത ഓരോ കഥകളുണ്ട്. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ചെറുപ്പകാലത്ത് കേട്ട കഥകളൊന്നും ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ അമ്മ ചിലപ്പം മറന്നു പോയി കാണും ഇപ്പോൾ ആ കഥകളൊക്കെ, ഞാനിപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അപ്പം ആ കഥകളിൽ നിന്നാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക, മാസ്കൊക്കെ ഉപയോഗിക്കുക, ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്പലത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങളുടെ ഭക്തിയൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ദൈവം കേൾക്കും, അല്ലേ? അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.